ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അതിനാദ്യമായിട്ട് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത് മൂന്ന് ഐറ്റംസും കൂടെ നന്നായി മിക്സ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. ഇത് നമുക്കൊരു തട്ടുകട സെറ്റപ്പിലുള്ള മുട്ട ബജിയാട്ടോ. വീട്ടിലൊക്കെ നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ ഇത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണേൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു രീതിക്ക് നല്ല ലൂസായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ മുട്ട എടുക്കുക, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പുഴുങ്ങാൻ വയ്ക്കുക. ഒരു 20 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ട വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. കാരണം ഇതിടുമ്പോൾ മുട്ട ബജി നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതിനു വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് ഈസ്റ്റും കൂടെ ഇടുക. ഈസ്റ്റ് ഇട്ട് നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ മുട്ട നടുവേ മുറിച്ച് വയ്ക്കുക. എല്ലാ മുട്ടകളിലും നടുവേ മുറിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്ര ആയിട്ടാണ് നമുക്ക് മുട്ട ബജിക്ക് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ മാവിൽ മുട്ട മുക്കി അത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടുക. ഫ്ലെയിം കുറച്ച് വെച്ച് പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജി തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.